السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي على رسوله الكريم، أما بعد. اللهم ألهمني رشدي وأعذني من شر نفسي، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فلا تخافوهم وخافوني إن كنتم مؤمنين. قال النبي صلى الله عليه وسلم: إذا سرتك حسنتك وساءتك سيئتك فأنت مؤمن. ബഹുമാനമുള്ള മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ ചുരുങ്ങിയ കാലമാണ് ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. മനുഷ്യരുടെ ആയുസ് 60 അല്ലെങ്കിൽ 70 വർഷമാണ്. ഇത്തരം ചുരുങ്ങിയ കാലയളവിൽ ഇന്നത്തെ മനുഷ്യരെ 3 തട്ടിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 45-50 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം 15-ൻ്റെയും 40-45-ൻ്റെ ഇടയിൽ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഘട്ടം ജനിച്ചത് മുതൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം. ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് മനുഷ്യരെ കാണാൻ സാധിക്കുക. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവർ എന്നും പള്ളിയിലെ കുട്ടികളായിരിക്കും, ദീനിയായ മജ്ലിസിൽ പങ്കെടുക്കുന്നവരായിരിക്കും, നല്ല കാര്യങ്ങളിൽ അധികമായി വരുന്നത് അവരായിരിക്കും. രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്, 15-ൻ്റെയും 40-45-ൻ്റെയും ഇടയിലുള്ള ആളുകൾ. അവരെ തീരെ പള്ളിയിൽ കാണുന്നില്ല, ദീനിയായ മജ്ലിസിലും കാണുന്നില്ല, നന്മയായ ഒരു കാര്യത്തിനും കാണുന്നില്ല. ഏകദേശം നമ്മളൊക്കെ ഹിഫ്ദ് കുട്ടികളൊഴിച്ച് ബാക്കി എല്ലാവരും ആ ഒരു പ്രായക്കാരായിരിക്കും. മൂന്നാമതൊരു ഘട്ടമാണ് ജനിച്ചത് മുതൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം. ഇന്നത്തെ തലമുറ അവരെന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിലായി കഴിഞ്ഞുകൂടുകയാണ്. ഇന്ന് നമ്മളാകുന്ന ഈ രണ്ടാമത്തെ ഈ ഘട്ടം, ഇന്ന് പൊതുസമൂഹം, യുവാക്കൾ, യുവതികൾ വലിയ തിന്മകളിലായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് AI സഹായത്തോടു കൂടിയുള്ള AI നിർമ്മിതി വീഡിയോകളും ന്യൂസുകളുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വായിക്കുന്നതൊക്കെ. ഇത് യഥാർത്ഥ വീഡിയോ ആണോ യഥാർത്ഥ ന്യൂസാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കമൻറ്റ് ബോക്സുകൾ നോക്കുമ്പോഴാണ് ഇത് AI നിർമ്മിതി വീഡിയോ ആണ്, ന്യൂസാണ് എന്ന് മനസ്സിലാകുന്നത്. മനുഷ്യരെ പൊട്ടരാക്കിക്കൊണ്ടിരിക്കുക, പൊട്ടന്മാരാക്കുകയാണ്. ഇനി വളർന്നു വരുന്ന ഈ സമൂഹം ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ AI സഹായത്തോടെ നിർമ്മിക്കുന്ന വീഡിയോകളാണെങ്കിൽ ഇനി വരുന്നത് റിയലായിട്ട് മനുഷ്യനെ തെറ്റ് ചെയ്യാനുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടം അനധിവിദൂര ഭാവിയിൽ വരുന്നതാണ്. ഇനി ഭാവി തലമുറ അങ്ങനെ വലിയൊരു ഘട്ടത്തെ തരണം ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, നന്ദി രേഖപ്പെടുത്തണം. കാരണം ഈ ഒരു പ്രായക്കാരിൽ സാധാരണ യുവാക്കളും യുവതികളും അവർ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുകളാണ് വിരൽത്തുമ്പുകൾ കൊണ്ട് നീക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും കിതാബുകളുടെയും ഏടുകളാണ് ഈ വിരൽ കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൈയും കാലും കഴുകുന്നത് വുളൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കാലുകൊണ്ട് നടന്നിട്ടുള്ളത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് യുവാക്കളും യുവതികൾ അധികമായി നടക്കുന്നത് അവർ തിന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ,
ഇനിയൊരു ഘട്ടം വരും. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിറങ്ങി പുറത്തിറങ്ങുമ്പോഴായിരിക്കും ആ ഒരു ഘട്ടം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഉറച്ച ഈമാനും നിലപാടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ദൗത്യം അവരെ ദഅവത്ത് ചെയ്യലാണ്, അവരെ നന്മയിലേക്ക് ക്ഷണിക്കലാണ്. ഈ നമ്മൾ പോലും ആ ഫിത്നയിൽ അകപ്പെടാൻ കാരണമായി തീരും. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു ഘട്ടത്തിൽ നമ്മളാക്കി മാറ്റുന്ന ഒരു അവസരവും സാഹചര്യം ഈ മദ്രസയാണ്. നമ്മളിപ്പോൾ ഒരു അച്ചിലാണുള്ളത്. ഈ അച്ചിൽ നമ്മളായി വാർത്തെടുക്കണം. ഇമാം ഹസൻ ബസ്രി റഹിമുള്ള പറയുന്നുണ്ട്, അൽ ഇൽമു ഫി സിഗർ കന്നഖ്ശി ഫിൽ ഹജർ. ചെറുപ്പകാലത്തുള്ള ഇൽമ് അത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. അതങ്ങനെ ആയിത്തീരും. നമ്മളിപ്പോൾ കൊത്തിവെക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മളായി മാറിയില്ലെങ്കിൽ, മോശമായ ഗുണങ്ങളും സ്വഭാവങ്ങളാണ് നമ്മൾ കൊത്തിവെക്കുന്നതെങ്കിൽ അത് മരണം വരെ എക്കാലത്തേക്കും ഉണ്ടാവും. പണ്ടിവിടെ പേസ് സ്കൂളിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കമ്പനി, ടൂട്ടൽ കമ്പനി. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം അത് കാണാൻ വേണ്ടി പോകും, ഉണ്ടാക്കുന്നത് കാണാനും. അപ്പോൾ അവിടെ ഓരോന്നിൻ്റെ അച്ചുകളാണ് വെക്കുക. ബക്കറ്റിൻ്റെ അച്ച്, കപ്പിൻ്റെ അച്ചുകൾ. അതിങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ഓരോന്നുണ്ടായി വരും. എന്നിട്ട് അതിൽ നിന്നും ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ അറുത്ത് മാറ്റിക്കളയും. അത് ചെത്തിക്കളഞ്ഞ് ഒരു ഷേപ്പാക്കി മാറ്റും. ഇതേപോലെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളാക്കി മാറ്റണം. നമ്മളുടെ പോരായ്മകളൊക്കെ കളഞ്ഞ് നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് ഈ സമയത്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. രക്ഷിതാക്കളെ, മാതാപിതാക്കളെ അനുസരിക്കുക, നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുക, അത് ഈ സമയത്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പഠനം പൂർത്തിയാകുന്നതോടുകൂടെ നമുക്ക് ഇതിൻ്റെ തിക്തഫലങ്ങൾ അതിങ്ങനെ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു യാത്രയിലായിരുന്ന സമയത്ത് കുറച്ച് ഉസ്താദുമാരായിരുന്നു. ഒരു ചർച്ച വന്നപ്പോൾ, എന്താണ് ചർച്ച? ഇന്ന് നിലവിൽ ത്വലാഖുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ത്വലാഖുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആലിമീങ്ങളുടെ ജീവിതത്തിൽ വരെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇന്ന് ആലിമീങ്ങൾക്ക് പോലും കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ, വിവാഹാലോചന നടത്തണമെങ്കിൽ അവരുടെ മദ്രസ കാലഘട്ടം അതും കൂടെ പരിശോധിച്ചിട്ട് വേണം അവർക്ക് പെണ്ണ് കൊടുക്കാൻ. വലിയ പോയിൻ്റാണത്. അപ്പം നമ്മളാക്കി വാർത്തെടുക്കാനുള്ള ഒരവസരമാണ്. നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തെ ദഅവത്ത് ചെയ്യാൻ, പ്രബോധനം ചെയ്യാൻ നമ്മൾ പോകേണ്ടവരാണ്. നമ്മൾ അവരുടെ ആ പരീക്ഷണത്തിൽ, ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു ഫിത്നയിൽ നമ്മൾ കുടുങ്ങാൻ പാടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള ആളുകളോട് ദഅവത്ത് ചെയ്തിട്ടുണ്ട്. പല സഹാബാക്കളും ഇസ്ലാം മതം സ്വീകരിച്ച ആ രംഗങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ വന്ന് ചോദിക്കുകയാണ്, അല്ലേ നബിയെ, എനിക്ക് സിന ചെയ്യണം. സഹാബാക്കളൊക്കെ ചാടി എഴുന്നേൽക്കാൻ നിൽക്കുക. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ നിൻ്റെ ഉമ്മയെ വിഭജിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിൻ്റെ പെങ്ങളെ വിഭജിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിൻ്റെ ഉമ്മയുടെ സഹോദരി വിഭജിക്കുന്നത് ഇഷ്ടമാണോ? അങ്ങനെ ഹിക്മത്തായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു. ഒരാൾ പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുക, സഹാബകൾ ചാടി എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അദ്ദേഹം അത് സാധിച്ചു കഴിയട്ടെ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പള്ളി എന്നുള്ളത് നിസ്കരിക്കാനും ഖുർആൻ ശരീഫ് പാരായണം ചെയ്യാനും ഇതിനൊക്കെ ഉള്ളതാണ്, ഇത്തരം മോശമായ പ്രവൃത്തി ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരിച്ചത്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം അത് നബിതങ്ങളുടെ ദുആ മൂലം ഉണ്ടായതാണ്. ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചത് നബിതങ്ങൾ പോയി ഖിദ്മത്ത് ചെയ്തു കൊടുത്തു. ഒരു വൃദ്ധയായ സ്ത്രീ അവർ ഇസ്ലാം സ്വീകരിച്ചത് അവരുടെ ചുമടുകൾ തലയിൽ വെക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പോഴാണ് അങ്ങനെ പലതരത്തിൽ പ്രബോധനത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തേണ്ടവരാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളായി മാറണം. നമ്മളൊരു തേനീച്ചയെ പോലെ ആവണം. തേനീച്ച എന്ന് പറഞ്ഞാൽ തേന് അതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അത് ഷിഫാക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്നതാണ്. തേനീച്ച എന്ന് പറയുന്നത് പൂക്കളിൽ നിന്ന് തേനുകൾ ശേഖരിച്ച് അത് നേരെ അതിൻ്റെ അറകളിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ലൈഫില്ല, അത് പെട്ടെന്ന് കേടുവരും. ആ തേനീച്ച ആ തേനുകൾ ശേഖരിച്ച്
അത് നുകർന്ന് തൻ്റെ പ്രത്യേക എൻസൈമുകൾ ചേർത്തിട്ടാണ് അത് അറകളിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈമുണ്ട്, പ്രത്യേകത കട്ടിയാകും, അതിന് ഷുഗറൊക്കെ നോർമലാകും, അതങ്ങനെ എക്കാലത്തേക്ക് അത് കേടുവരാൻ നിലനിൽക്കും. ഇതേപോലെ അവിടെ നമ്മൾ തേനീച്ചകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൂക്കളാണ് ഈ ഉസ്താദുമാരാകുന്ന ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ. അതേപോലെ തന്നെ കിതാബുകൾ, അവരിൽ നിന്നും ഈ തേനാകുന്ന ഇൽമിനെ നുകരണം, അതെടുക്കണം. എന്നിട്ടത് ശേഖരിച്ചതിന് ശേഷം നമ്മുടെ കഴിവും യോഗ്യതയും ബുദ്ധിയും ഉപയോഗിച്ചത് ചാലിച്ച് നമ്മൾ അത് ആവാഹിച്ചെടുത്ത് അത് എടുക്കുമ്പോഴാണ് അതൊരു ക്വാളിറ്റിയുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള തരത്തിൽ അതൊരു പ്രൊഡക്റ്റായി മാറുന്നത്, തേനായി മാറുന്നത്. ഈ രീതിയിലാവണം നമ്മൾ മാറേണ്ടത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭയം അത് പ്രധാനമാണ്. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ ശത്രുക്കളെ ഭയക്കണ്ട, നിങ്ങൾ എന്നെ ഭയന്നാൽ മതി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അതിന് അടയാളം അള്ളാഹുവിനെ ഭയക്കലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഖൗഫു ഹുവ അലാമത്തു സിഹത്തിൽ ഈമാൻ വ തറഹുലുഹു മിനൽ ഖൽബ് അലാമത്തു തറഹുലിൽ ഈമാൻ മിനൽ ഖൽബ്. അള്ളാഹുവിനോടുള്ള ഭയം അത് ഈമാൻ ശരിയാവുന്നതിൻ്റെ അടയാളമാണ്. നീ അള്ളാഹുവിനുള്ള ഭയമില്ലായ്മ അത് ഈമാൻ ശരിയാവാത്തതിൻ്റെ അടയാളമാണ് എന്നുള്ള ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഉഖറവിയായ ദാഇയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.